ഇതൊരു അത്ഭുതകരമായ കാഴ്ചപ്പാടാണ്. സൂര്യനും കാറ്റും ദിവ്യരായ അശ്വിനീകുമാരന്മാരെപ്പോലെ ഉയർന്ന തലത്തിലുള്ള ഡോക്ടർമാരാണ്. പ്രകൃതി തന്നെയാണ് ഏറ്റവും മികച്ചതും പൂർണ്ണമായും സൗജന്യവുമായ വൈദ്യസഹായം നമുക്ക് നൽകുന്നത് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അവയ്ക്ക് നമ്മുടെ ശരീരത്തെ അസാധ്യമായ രീതിയിൽ സുഖപ്പെടുത്താനും രോഗശാന്തി നൽകാനും കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദേവവൈദ്യന്മാരായ അശ്വിനികുമാരന്മാർ ച്യവനമഹർഷിക്ക് യൗവനം തിരികെ നൽകിയതുപോലെ ഈ സൂര്യനും കാട്ടിനും നമ്മുടെ ഇന്നത്തെ ആധുനിക ശരീരത്തെ പൂർണ്ണമായും പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ കിടക്കുകളും തലയണകളും വസ്ത്രങ്ങളും പതിവായി വെയിലത്തിട്ടുണക്കണം. ഇതിലൊളിഞ്ഞിരിക്കുന്ന വൈറസുകളെയും പ്രാണികളെയും ഇല്ലാതാക്കും. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളും മാവുമെല്ലാം നേരിട്ട് സൂര്യപ്രകാശത്തിലുണക്കുന്നതുവഴി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇത് കേവലം ഒരു ദിനചര്യയല്ല, ദൈവിക ശക്തിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം? ഇതിനായി സാഹിത്യം നൽകുന്ന ചില പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം. ഒന്നാമതായി, ദിവസവും രാവിലെ തുറസ്സായ ശുദ്ധവായുവിൽ 2-3 മൈൽ വേഗത്തിൽ നടക്കുക. രണ്ടാമതായി, ഹിമാലയത്തിലെ പുരാതന ഋഷിമാരെ മാതൃകയാക്കി ആഴത്തിലുള്ള ശ്വസനക്രിയകൾ, അതായത് പ്രാണായാമം പരിശീലിക്കുക. അതുപോലെ പ്രകൃതിയുടെ വെളിച്ചവും കാറ്റും തടസ്സമില്ലാതെ ഒഴുകിയെത്താൻ വലിയ ജനലുകളുള്ളതും ഒറ്റനിലയുള്ള ഓടിറ്റതുമായ വീടുകളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അവസാനമായി, വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ഈ സാഹിത്യം നമ്മളോട് ചോദിക്കുന്നു. നമ്മെ നിലനിർത്തുന്ന പ്രകൃതിശക്തികളെ നമ്മൾ ഇനിയും അടച്ചിട്ട മുറികളിലിരുന്ന് തടഞ്ഞു നിർത്തുമോ? അതോ പുറത്തിറങ്ങി പ്രകൃതി സൗജന്യമായി നൽകുന്ന ഈ വലിയ വൈദ്യസഹായം നമ്മൾ ഇനിയെങ്കിലും സ്വീകരിക്കുമോ? സൂര്യന്റെയും കാറ്റിന്റെയും ഈ അനന്തമായ ജീവശക്തിയെ വീണ്ടെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നിങ്ങളുടെ ആരോഗ്യം പ്രകൃതിയോടൊപ്പം ചേർന്ന് കൂടുതൽ ശോഭിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ വിവരണം കണ്ടതിന് നന്ദി.